ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വിളവയ്പ് ഗ്രാമത്തിൻ്റെ കായൽ കാർണിവൽ ചൊവ്വാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം 10ാമത്തെ വർഷമായതുകൊണ്ട് വളരെ വിപുലമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം നമ്മളൊരു പൊതുയോഗം നടത്തുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് പൊതുയോഗം നടത്തുകയും കുറച്ച് സെപ്പറേറ്റ് ചാർജുള്ള കുറച്ച് ഗ്രൂപ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു പൊതു അവലോകനത്തിന്റെ ഭാഗമായി പല പല ഗ്രൂപ്പുകളായി തിരിച്ച് ഏതൊക്കെ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെന്ന് എല്ലാവരുടെ അഭിപ്രായത്തിന്റെ ആരായത്തിൽ ഈ 10ാം വർഷമായതുകൊണ്ട് നമ്മുടെ ചെയ്യുന്ന പരിപാടികളെല്ലാം ഒരു ഹൈലൈറ്റ്സ് ചെയ്ത് കാണിക്കണം നമുക്ക്. കാരണം നമ്മൾ 10ാം വർഷമാകുമ്പോൾ നമ്മുടെ പരിപാടി ഒരു ഫോർട്ടി വെച്ച് കാർണിവലെ പോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ ഒരു നോട്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ DTPC ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത രീതിയിൽ നടത്തുന്ന രീതിയിൽ നമ്മൾ പൊതു ചർച്ച വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 9 വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് വിഭിന്നമായി ഏതൊക്കെ തരത്തിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും, പൊതുവെ നമുക്ക് ഏത് രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ വിപുലമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 10ാമത്തെ വാർഷികം നമ്മൾ. ഉച്ചക്കാറ്റിനും സൂര്യാസ്തമയത്തിനും പ്രശസ്തമായ ഉളവയ്പ് അംബേദ്കർ ഗ്രാമം 10ാം വർഷവും പുതുവർഷത്തെ വരവേൽക്കുന്നു. ഉളവയ്പ് ഗ്രാമീണരുടെ ചെറിയ ആഘോഷമായി ആരംഭിക്കുകയും കൊച്ചിൻ കാർണിവലിനൊപ്പം വളരുകയും ചെയ്ത മാതൃകയാണ് ഉളവയ്പ് കായൽ കാർണിവലിൻ്റേത്. ഗ്രാമത്തിലെ അമ്മമാർ ഒരുക്കുന്ന കപ്പ എന്നിവ സൗജന്യമായി എല്ലാവർക്കും വിതരണം ചെയ്യും. 1 മാസം സമയമെടുത്ത പപ്പാഞ്ഞി നിർമ്മാണം കായൽ തീരത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കായൽ മലിനീകരണത്തിനും മത്സ്യസമ്പത്തിനും കോട്ടം സംഭവിക്കാതെ പപ്പാഞ്ഞി കായലിലിറക്കി രാത്രി 12-ന് കത്തിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച സൂര്യാസ്തമയമാണ് ഇവിടെയെന്ന് നാഷണൽ ജിയോഗ്രഫി ചാനൽ അടയാളപ്പെടുത്തിയതോടെ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ജില്ലയുടെ വടക്ക് ഭാഗത്ത് കൊച്ചിയോട് ചേർന്നുള്ള ഭാഗമായതിനാൽ നഗരവാസികളും മനസ്സ് കുളിർപ്പിക്കാൻ എത്തുന്ന മനോഹരമായ വയൽച്ചിറകളാൽ ആകർഷകമായ ഗ്രാമത്തെ ബ്രാൻഡ് ചെയ്ത് ടൂറിസം സാധ്യതയിലേക്ക് ഉയർത്താൻ കായൽ കാർണിവലിന് സാധിച്ചിട്ടുണ്ട്. കായൽ കാർണിവൽ ആഘോഷത്തിലൂടെ ഗ്രാമത്തിന്റെ ഭാവിയാണ് ശോഭനമാകുന്നത്. പുതുവർഷ ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് ഉളവയ്പ് വളരുകയാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, വാനനിരീക്ഷണം, കൈകൊട്ടൽ മത്സരം, ഞണ്ട് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യാ സെമിനാർ തുടങ്ങിയവയും ഇത്തവണയുണ്ട്. സജി പാറു നയിക്കുന്ന ഫോക്ക് റവല്യൂഷനാണ് ഇത്തവണ സംഗീതം. KC വേണുഗോപാൽ MP, MLA-മാരായ ദലീമ ജോജോ, KJ മാക്സി തുടങ്ങിയവർ പുതുവർഷ സന്ദേശങ്ങൾ നൽകും. ആഘോഷത്തിനെത്തിയ ജനക്കൂട്ടത്തിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും 31-ന് രാത്രി 12-ന് പപ്പാഞ്ഞി കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്നത്. കായൽ പത്ത എന്ന പേരിൽ ഇത്തവണത്തെ കാർണിവൽ ആഘോഷം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും വിദ്യാർത്ഥികളിലെ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിനെതിരെയുമുള്ള സന്ദേശമായിരിക്കും. പരിപാടിയുടെ ഭാഗമായി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരുചക്ര വാഹനമൊഴികെ മറ്റൊന്നും തന്നെ പള്ളിവെളിയിൽ നിന്നും ഉളവയ്പിലേക്ക് കടത്തിവിടില്ല. വാഹനങ്ങൾ പള്ളിവെളിയിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉളവയ്പ് കായൽ കാർണിവൽ 10 എന്ന സുവനീർ പ്രകാശനം SNHSS മാനേജർ KL അശോകൻ നിർവഹിച്ചു. ചെയർമാൻ സണ്ണി മാധവൻ, വൈസ് ചെയർമാൻ നയന ബിജു, ജനറൽ കൺവീനർ സഫിൻ P. രാജ്, ജോയിന്റ് കൺവീനർ റെജിമോൻ TK, ട്രഷറർ സന്ദീപ് രാജ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സനൽ P. രാജ് എന്നിവർ പങ്കെടുത്തു.